കയ്യൊപ്പ്. ജയപ്രകാശ് കുളൂർ. നാടക ചരിത്രത്തിലെ വേറിട്ട വ്യക്തിത്വം. കാലവും സ്ഥലവും നിർണയിക്കുന്ന അതിർത്തികളെ ഭേദിച്ച് നാടകരചനയിലും സംവിധാനത്തിലും അഭിനയ കളരികളിലും നടത്തുന്ന പരീക്ഷണങ്ങളാണ് കുളൂർ നാടകങ്ങളെ ജനപ്രിയമാക്കിയത്. അസ്വാഭാവിക ജീവിത പരിച്ഛേദങ്ങളെ തർക്കങ്ങളും തർക്കുത്തരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ശരിയും തെറ്റും ഒക്കെയായി ആവിഷ്കരിക്കുന്ന സംവിധാന പാടവം കുളൂരിനെ നാടകവേദികളിൽ വ്യത്യസ്തനാക്കുന്നു. അഭിനയക്കളരികൾ ജീവിതമാക്കിയ കുളൂർ കളിക്കുന്നതെന്തോ അതാണ് നാടകം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പുണ്ണികളുടെ റേഡിയോ, കൂനൻ, ക്വാക്ക് ക്വാക്ക്, വെളിച്ചെണ്ണ തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയമായ നാടകങ്ങൾ കുളൂർ നാടകാസ്വാദകർക്കായി നൽകി. ജയപ്രകാശ് കുളൂരിന്റെ കലാജീവിതത്തെക്കുറിച്ച് ഡോക്ടർ നിധിന്യയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം. കുളൂരിയൻ തിയേറ്ററിൽ ഡോക്ടറേറ്റ് നേടിയ നിധിന്യ അധ്യാപികയും അഭിനേത്രിയുമാണ്. ഏതാണ്ട് ഒരു 802 കോടിയോ അങ്ങനെ എന്തൊക്കെയാണ് ലോകത്ത് മനുഷ്യന്മാർ ഇല്ലേ, ഒരേ സ്പീഷീസുള്ള ഹോമോസാപ്പിയൻസ്. എല്ലാവരും ഓരോ മാതിരി സ്വഭാവമുള്ളവരാണ്. കുറച്ച് റഷ്യക്കാർ, കുറച്ച് ആഫ്രിക്കക്കാർ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തു പറയാവുന്നുണ്ട്. ഹോമോസാപ്പിയൻസ് എല്ലാം ഒന്നാണ്. ഞാൻ പെട്ടെന്ന് മറ്റൊന്നിലേക്ക് ചാടി കിടക്കുകയാണ്. ഗോതമ്പ് 50,000 തരം ഗോതമ്പുണ്ടെന്നാണ് പറയണേ. എല്ലാം ഗോതമ്പാണ്. ഈ ഗോതമ്പ് അങ്ങനെ തന്നെ ചവച്ച് തിന്നാം. നമ്മൾ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പം ആട്ടപ്പൊടി നിർബന്ധമാണ്. ആട്ടപ്പൊടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റൂ. റവയുടെ പരുവത്തിൽ പൊടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പം ഗോതമ്പെന്ന് പറയുന്നത് തന്നെയാണല്ലോ ചപ്പാത്തിയിലുള്ളത്. റവയിലുമുള്ള സാധനം ഗോതമ്പ് തന്നെയാണ്. അപ്പം ഈ പ്രോസസ്സ് നടന്നാൽ മാത്രമാണ് ചപ്പാത്തി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുകയുള്ളൂ. എങ്കിലും അത് ചെയ്യുക എന്ന് പറയുന്നതിന് പരസഹായം വേണം. ഗോതമ്പ് സ്വയം പൊടിയൂല, സ്വയം ഉപ്മാവിനുള്ള തരി ആവില്ല, അത് മെഷീനിലിട്ട് പൊടിക്കണം. അതേപോലെ ഇൻഡിവിജ്വലിനെ കിട്ടിയാൽ അയാളെ കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അത് പൊടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കുക. ഒരു പാല് നമുക്ക് ആസച്ച് കുടിക്കാം, പശുവിൽ നിന്ന് കറന്നുകൊണ്ട് കുടിക്കാം, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ 8 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6-7 മണിക്കൂർ കഴിഞ്ഞാൽ അത് കേടുവരും. അപ്പം നമ്മളൊന്ന് ചൂടാക്കും. ചൂടാക്കിയാൽ അതിൻ്റെ ലൈഫ് സ്പാൻ 8 മണിക്കൂറിൽ കൂടുതലാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് തൈരാണ്. തൈര് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഒരു ചേർച്ച കൊണ്ടാണ്. ഔട്ട്സൈഡ് ഫോഴ്സ് അതിലേക്ക് വരികയാണ്. ഈ ഔട്ട്സൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവാണ്. ഔട്ട്സൈഡ് വിവരങ്ങൾ കിട്ടുമ്പോൾ അത് തൈരായി മാറും. ഇപ്പം ഞാൻ ആക്ടറെയാണ് പാലായിട്ട് കാണുന്നത്. അവർ തൈരായി മാറണമെങ്കിൽ അവർക്ക് കുറേ ഉപദേശങ്ങൾ വേണം, ബാക്ടീരിയ പോലെ. തൈരായി കഴിഞ്ഞാൽ അതിൻ്റെ ലോഞ്ചിറ്റിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ 2 ദിവസമൊക്കെയാണ്. പാല് പോലെയല്ല. തൈരായി കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്തത് വെണ്ണയാണ് ഉണ്ടാക്കുന്നത്. വെണ്ണ ഉണ്ടാക്കാൻ കടയണം, മപ്പ് ഉപയോഗിക്കണം എന്നാണ് പറയുക. കടയുക എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫോഴ്സാണ് അല്ലേ. കടച്ചിൽ എന്ന് പറഞ്ഞാൽ വേദന എടുക്കുന്ന ഒന്നാണ്. തൈരിന് നല്ല വേദന എടുക്കും, പക്ഷെ വെണ്ണ ഉണ്ടാകും. ആ വെണ്ണ ഉണ്ടായിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച വെള്ളം മാറ്റിയാൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ആക്ടർക്ക് ആ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ ടോർച്ചറിങ് പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്, കടയുന്ന ഒരു പീരീഡ് ഉണ്ട്, കടച്ചിലെടുക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. അത് ചിലവർ മാറി ഇത് വേറെ ഇയാൾ എന്താണ് ഇങ്ങനെ വലിയ ആളാവുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിവായി പോവും. അവരുടെ ഉന്നമനമൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല. എത്ര മോരായാലും അതിനൊരു സംഭവമുണ്ട്. ഇപ്പോൾ വെണ്ണ ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? കടച്ചിലെടുക്കുമ്പോഴുള്ള ഗുണം, നിങ്ങൾക്കൊരു ബൈ പ്രൊഡക്റ്റ് കിട്ടും. വേ എന്ന് പറയും ഇംഗ്ലീഷിൽ. നിങ്ങൾ കളയും അത്. ബോഡി ബിൽഡേഴ്സ് അതിനെ പ്രോട്ടീനാക്കി മാറ്റിയിട്ട് കിലോന് 4,000 റുപ്യ കൊടുത്ത് വാങ്ങും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം കളയും, വെണ്ണ മാത്രം എടുത്ത് വെക്കും. അപ്പോൾ ഈ വെണ്ണ വരെ ഉണ്ടാക്കാനേ എനിക്ക് പറ്റൂ. പിന്നെ നെയ്യാണ്. നെയ്യിന് തപസ്സിരിക്കണം. ഈ വെണ്ണ ഉരുളിയിൽ ചെറുചൂടിൽ കുറേ നേരം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാസന വരും, നെയ്യായി മാറിയതിൻ്റെ ഒരു വാസന വരും. അതിനാണ് വാസ്തവത്തിൽ കലാവാസന എന്നൊക്കെ നമ്മൾ പറയണത്. അങ്ങനെ അതിന് നല്ലൊരു നിറവ്യത്യാസം ഉണ്ടാവും. അതൊരു പ്രത്യേക പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഊറ്റിയെടുക്കും.
വെണ്ണ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായതുപോലെ തന്നെ നെയ്യ് ഉണ്ടാകുന്ന സമയത്ത് അടിയിൽ മട്ടുണ്ടാവും. സെഡിമെൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണമെങ്കിൽ ആ മട്ട് നല്ല ടേസ്റ്റിയാണ്. ഈ നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത വെണ്ണ പോലെ 2 ആഴ്ച 3 ആഴ്ച ഒന്നല്ല. സംസ്കൃതത്തിൽ ഘൃതം എന്ന് പറയുന്ന സാധനമാണ് ഈ നെയ്യ്. നെയ്യ് കാലാകാലം വെച്ചാലും കേടുവരില്ല, നല്ല നെയ്യാണെങ്കിൽ. ആ നെയ്യാവുക എന്ന് പറഞ്ഞ സ്റ്റേജിൽ എത്തിയവരാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ചാപ്ലിൻ. പിന്നെ നമുക്ക് ഇവിടെയുള്ള ആരെയൊക്കെ പേര് പറഞ്ഞാൽ എൻ്റെ പേര് എന്തേ പറയാത്തതെന്ന് പലരും ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്. അൽപച്ചീനോ, ടോം ഹാങ്ക്സ്. മാഷിപ്പോൾ സംസാരിക്കുമ്പം തന്നെ കടക്കോലിന് പറഞ്ഞു മത്ത്, കടയുക, കടച്ചിൽ. ഇങ്ങനെ ഭാഷയെ വിഗ്രഹിച്ചുകൊണ്ടും ചേർത്ത് പറഞ്ഞുകൊണ്ടും മറ്റൊരർത്ഥം സൃഷ്ടിക്കുന്ന ഒരു, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവർത്തിച്ച ഒരു മാജിക് മാഷിൻ്റെ സ്ക്രിപ്റ്റിലുടനീളമുണ്ട്. പക്ഷെ മാഷിൻ്റെ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് പരിചയപ്പെടുന്ന സമയത്തും ഈ സൂക്ഷ്മ തലത്തിൽ പദങ്ങളുടെ വിഗ്രഹം മറ്റൊരു തരത്തിൽ വിഗ്രഹിക്കുമ്പോഴും ചേർത്ത് പറയുമ്പോഴും ഉള്ള വാക്കുകളുടെ ഒരു ധ്വനന സാധ്യത, ഇങ്ങനെ ഭാഷയുടെ എല്ലാ തരത്തിലുള്ള സാധ്യതകളെ നാടക ഭാഷയിലും മാഷ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സംഭാഷണങ്ങളിലായാലും വിവരണങ്ങളിലായാലും എല്ലാം തന്നെ സാഹചര്യങ്ങൾ മൂലം സ്വായത്താക്കിയ ഈ ഒരു ഒന്നാം ഭാഷയുടെ അപാര സാധ്യത. ഇപ്പോൾ മാഷിൻ്റെ ഹെഡിങ്ങുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കറിയ എന്നുള്ള പേര്. അതുപോലെ ആഗ്രഹത്തിൽ സംഭവിക്കുന്നത്, ദിനേശൻ്റെ കഥ, ദ നേഷൻസ് സ്റ്റോറി. ഇങ്ങനെ മറ്റൊരർത്ഥം ധ്വനിപ്പിക്കുന്ന മാഷിപ്പം സംസാരത്തിൽ വന്ന പോലെ തന്നെ. അതുപോലെ സ്ക്രിപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒറ്റയാൾ നാടകങ്ങളായിരുന്നു എൻ്റെ ഗവേഷണ വിഷയം. അപ്പോൾ ഒറ്റയാൾ നാടകങ്ങളുടെ ഉദാഹരണം എടുത്തു പറയുകയാണെങ്കിൽ ബാലയടത്തി എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു നാടകമാണ്. അതിൽ കാമുകൻ നല്ല ചട്ടക്കാരനാ സാറേ, അങ്ങനെ ഒരു ഡയലോഗുണ്ട്. ചട്ടക്കാരൻ എന്ന് പറയുമ്പോൾ അതിൽ ചട്ടങ്ങൾ തെറ്റിക്കാത്തവനാണ് എന്ന അർത്ഥത്തിലും അയാൾ ആംഗ്ലോ ഇന്ത്യനാണ് ആ അർത്ഥത്തിലും അത് 2 ധ്വനിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആഗ്രഹത്തിൽ സംഭവിക്കുന്നതിൽ ആഗ്രഹം നിഗ്രഹത്തിൻ്റെയും വിഗ്രഹത്തിൻ്റെയും ഇടയിലുള്ള താരതമ്യേന ഈ ഗ്രഹത്തെ, അതായത് ഈ ഭൂമിയെ പോലുള്ളൊരു ഗ്രഹമാണ്. ഇവിടെ വിഗ്രഹിച്ച് പറഞ്ഞ 3 വാക്ക് ചേർത്ത് പറയുമ്പം വേറെ അർത്ഥം. ആഗ്രഹം, നിഗ്രഹം, വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അതിനും പല അർത്ഥതലങ്ങൾ. ഇതെല്ലാം ധ്വനിപ്പിക്കാൻ സ്ക്രിപ്റ്റിൽ പറ്റുന്നുണ്ട്. അത് ആക്ടിങ്ങിൽ വരുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഒരു ഒന്നാം ഭാഷയായി മലയാളം പഠിക്കുമ്പോൾ വരുന്നൊരു മാജിക്കായിട്ടാണ് ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ മാഷ് എങ്ങനെയാണ് ഈ ഒരു സവിശേഷതയെ മനസ്സിലാക്കുന്നത്? ഇത് എന്താന്ന് പറഞ്ഞാൽ, ബുദ്ധൻ വലിയൊരു രാജാവാണ്. പക്ഷെ ബുദ്ധൻ അറിയപ്പെടുന്നത് ബുദ്ധഭിക്ഷു എന്നുള്ളതാണ്. രാജാവിന് എപ്പോഴും അയാൾക്ക് ഇല്ലാത്തത് എന്തൊന്നാണോ അത് നേടാനാണ് താല്പര്യം. ക്രൈസ്റ്റ് ഒരു പുൽത്തൊഴുത്തിലാണ് ജനിച്ചത്. പക്ഷെ കിങ് ഓഫ് കിങ്സ്, രാജൻ എന്നാണ് യേശുക്രിസ്തുവിനെ നമ്മൾ വിവരിക്കുന്നത്. എന്തൊന്നാണോ ഇല്ലാത്തത് അത് നേടാനുള്ള ത്വരയാണ് മനുഷ്യന് ആത്യന്തികമായിട്ടുള്ളത്. ഉള്ളത് അവന് വേണ്ട. അപ്പം കുഞ്ഞുനാളിൽ നേരത്തെ ശിശുലോകത്തിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ ചിരിച്ചതിൻ്റെ പിന്നിൽ എനിക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നതിൻ്റെ ധ്വനിയായിരുന്നു ആ ചിരി. അപ്പോൾ അത് കണ്ടെത്താനുള്ള, മലയാളം എന്ന് വെച്ചാൽ എന്താണ് എന്നറിയാനുള്ള പാച്ചിൽ സംഭവിക്കുന്നതാണ് ഇതെല്ലാം. ഇപ്പം ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ചോദിക്കും, എന്നാണ് മലയാള ഭാഷയുടെ ഉത്ഭവം എന്താണ്? എത്ര പേർക്കായാലും ഇത്ര അറിയാൻ പറ്റുക? പലർക്കും അറിയില്ല അതിൻ്റെ ഉത്ഭവം എന്താണ് എന്നുള്ളത്, അറിയാൻ വഴിയില്ല. അപ്പം എന്തെന്നാണോ നമ്മൾക്ക് ഇല്ലാത്തത് അത് അന്വേഷിക്കുന്നതാണ് ഗവേഷണത്തിൻ്റെ, അതായത് ഉണ്ട് പക്ഷേ എനിക്ക് അതറിയില്ല, അപ്പം കണ്ടുപിടിക്കണം. അതാണ് ഗവേഷണം, റീസെർച്ചാണ്. അപ്പോൾ ഉള്ളതിനെ തോണ്ടി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. ഒരു കിണർ കുഴിക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുഴിക്കണം. പല സ്ഥലങ്ങളിൽ കുഞ്ഞു കുഴികൾ കുഴിച്ചാൽ അത് കിണറാവില്ല. ഇവിടെ എല്ലാവർക്കും സംഭവിക്കുന്നത് 5 വെട്ടുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് വെള്ളമില്ല, എന്നപ്പോൾ വേറെ എവിടെയും പോവുക, അവിടെ കുറച്ച് കുഴിച്ച് നോക്കും, കാര്യമില്ല. അപ്പം ആഴത്തിൽ മലയാളത്തെ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ജിബ്രിഷിലെത്തും. ജിബ്രിഷ് മാഷ് പരിശീലന സമയത്ത് പ്രത്യേകം പരിശീലനത്തിന് നിർദ്ദേശിക്കുന്ന ഒരു മാർഗമാണ്. ജിബ്രിഷിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള നാടകങ്ങളും കൂടെ മാഷ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ചില ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസ് അതിൽ പ്രത്യേകം മിടുക്ക് കാണിക്കുന്നവരുണ്ട് മാഷിൻ്റെ തിയേറ്ററിൽ. പിന്നെ മാഷ് കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുന്ന സമയത്ത് ഇപ്പം വെളിച്ചെണ്ണയിലെ കഥാപാത്രം സുചരിത പോലുള്ളത്, അതൊക്കെ അഭിനേതാക്കളുമായിട്ട് ചർച്ച ചെയ്ത് രൂപപ്പെടുന്നത്. അതല്ലാതെ ഗൗതമ ബുദ്ധൻ, ചോരണകൂര
അങ്ങനെ വേറെയും കുറേ സ്ക്രിപ്റ്റുകൾ മാഷ് തന്നെ സ്ക്രിപ്റ്റായിട്ട് എഴുതുന്നത്. പിന്നെ ആദ്യകാലത്താണെങ്കിൽ ശശിയും അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മാഷിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാവും, പക്ഷേ മാഷ് സ്ക്രിപ്റ്റ് കൊടുക്കൂല. എന്നിട്ട് അവരുടെ അടുത്ത് സന്ദർഭവും ആശയവും പറഞ്ഞിട്ട് കുറേ എഴുതി വരാൻ പറയും, കണ്ടെത്തി വരാൻ പറയും. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു വാക്ക് മാത്രമായിരിക്കും മാഷ് എടുക്കുക എന്ന്. ഇപ്പോൾ ഹരീഷ് പേരടി പറഞ്ഞിട്ടുണ്ട്, പേടിയാണ് കറക്റ്റ് ആ വാക്കിന് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ച് അവസാനം കണ്ടെത്തിയതിനെ പറ്റിയൊക്കെ. അപ്പോൾ ഈ കഥാപാത്രങ്ങളിലെ സംഭാഷണങ്ങളായാലും അല്ലെങ്കിൽ ഈ കഥയായാലും ഇങ്ങനെ പല കാലങ്ങളിൽ പല സ്റ്റൈലിൽ മാഷ് രൂപപ്പെടുത്തിയത്. അപ്പോൾ ആ ഒരു ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു മാഷ് പരീക്ഷണങ്ങളിലൂടെ? ഇല്ല, അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ സ്കൂളിലൊക്കെ പറ്റിയിരുന്ന ഒരു തകരാറ് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നത് പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക. അതൊരു തെറ്റായ രീതിയാണെന്നാണ് ഞാൻ പറയണത്. അതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയധികം കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പം ഈ അഭിനയിക്കുന്നവർക്ക് എൻ്റെ ഡയലോഗാണ് ഇത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ അഭിനയിക്കാൻ പറ്റും. ഞാൻ എഴുതി വെച്ച ഡയലോഗ് വരുന്നതുവരെ കാത്തിരിക്കാൻ അവർ തയ്യാറാവണമെന്ന് മാത്രം. ക്ഷമ ക്ഷമ ക്ഷമ, അതാണ്. അപ്പം എൻ്റേതാണ് നാടകം എന്ന് ആ ആക്ടർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഹി വിൽ ബി മോർ കോൺഫിഡൻറ്റ് ഇനഫ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്, അല്ലെങ്കിൽ അഭിനയിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ അവരുടേതാണ് ഈ നാടകമെന്ന് തോന്നാൻ വേണ്ടിയും കൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്, അവർ കാത്തിരിക്കുകയല്ല. അപ്പോൾ അവർക്ക് തോന്നും എനിക്കറിയാം അവിടെ പേടിയെന്ന് പറഞ്ഞാൽ മതി, എളുപ്പമാണ്. പക്ഷെ അവർ പലതും പറഞ്ഞ് അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് എളുപ്പമല്ല. ഇപ്പം മാഷ് പറഞ്ഞ സ്വന്തം എന്ന് തോന്നുന്ന സംഭാഷണം പറയുന്ന സമയത്തുള്ള ആ സ്വാഭാവികത പോലെ തന്നെ മാഷ് പറയുന്ന മറ്റൊരു കാര്യമാണ് നാടകത്തിലുള്ള അനുഭവം. സ്റ്റാൻസ്ലോസ്കി പറയുന്ന മെത്തേഡ് തന്നെ അത് ശരിക്കും മാഷിൻ്റെ നാടകത്തിലുടനീളം അപ്ലൈ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സ്വന്തം അനുഭവമാക്കി മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇപ്പം ബാലയടത്തി ചെയ്യുന്ന സമയത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു ഇടമില്ലാതെ നഗരവൽക്കരണവും പാർശ്വവൽക്കരണവും ഒക്കെ സംഭവിച്ച് അങ്ങനെ ഒറ്റയായി പോയ ബാലയടത്തി. അപ്പം ബാലയടത്തിയുടെ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും എന്താണെന്ന് ബാലയടത്തി ചെയ്യുന്ന ഒരു ക്യാരക്ടർ തിരിച്ചറിയണമെങ്കിൽ ഒറ്റയ്ക്ക് പാതിരാത്രി ആരാരും ഇല്ലാത്ത വഴിവക്കിൽ പോയിട്ട് നീ അത് ചെയ്യണം, എന്നിട്ടത് മനസ്സിലാക്കണം എന്ന് മാഷ് നിർദ്ദേശിക്കുന്ന സമയത്ത് ഓരോ കഥാപാത്രങ്ങൾക്കും ആ കഥാപാത്രങ്ങളുടെ അനുഭവ പരിസരം അനുഭവിച്ചറിയണം എന്ന് മാഷ് പറയുമ്പോൾ ഈ സംഭാഷണത്തിൽ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അതെ അതെ അതെ. അറിയാത്തതായിട്ട് ഒന്നും നമുക്ക് ചെയ്യാനോ എഴുതാനോ പറ്റില്ല. അറിയുന്ന കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും സിമ്പിൾ, ജനിച്ച വീടും മുതൽ ഈ സെക്കൻഡ് വരെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷെ അഭിനയം എന്ന് പറയുന്നത് ആ ശ്വാസം ഉള്ളോട്ടെടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതും അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് അറിയാത്തതല്ല നമ്മൾ ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ലാറ്ററിൽ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനൊരു ഇടമില്ലാത്ത സമയത്ത് എന്തിനിപ്പോൾ ലാറ്ററിലൊന്നും പോണ്ട. സ്ത്രീകളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ബസ്സിൽ നിന്ന് ഒന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാവും. നാടക പരിശീലനത്തിൻ്റെ ഇടയിൽ മാഷ് ആവർത്തിച്ച് പറയുന്ന ഒരു 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ബുദ്ധി കൊണ്ട് അഭിനയിക്കരുത്, ഹൃദയം കൊണ്ട് അഭിനയിക്കൂ എന്ന് മാഷ് പറയുന്നത്. ഈ ശ്രദ്ധയും വിശ്വാസവും തമ്മിൽ എന്താ മാഷേ വ്യത്യാസം? അതുപോലെ അഭിനേതാവിന് ഹൃദയം മതിയോ, ബുദ്ധി വേണ്ടേ? നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു എന്നെ വിശ്വസിക്കരുത്, സംശയിക്കരുത്, ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൽ? അപ്പോൾ നിങ്ങൾ കോൺട്രഡിക്ടറി ആയി വീണ്ടും. വിശ്വസിക്കരുത്, സംശയിക്കരുത്, ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ താളം തെറ്റാണ്. അപ്പോൾ ശ്രദ്ധ എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സംഭവമാണ്. ശ്രദ്ധ നമുക്ക് പലതിനും ഇല്ല. അതിന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഫോക്കസിങ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയും. മാസ്റ്റർ ജോർജ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ട്രെയിനറുടെ 4 വാക്കുകളിൽ ഒന്ന് 4 മസിൽസ് ഓഫ് ആക്ടിംഗ് എന്നാണ് പറയുന്നത്. ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ്, ഇമാജിനേഷൻ, വൾണറബിലിറ്റി, കോൺസെൻട്രേഷൻ. ഈ 4 എണ്ണമാണത്. ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഞാൻ എപ്പോഴും പറയുന്ന മണ്ണപ്പം ചുട്ട് കളിക്കുന്ന സംഭവമാണല്ലോ. ഇമാജിനേഷൻ ഇല്ലാണ്ട് നമുക്ക് ഒരു കഥാപാത്രത്തെ അങ്ങനെയൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ. ഒത്തിരി അനുഭവവും കുറേ ഇമാജിനേഷനും കൂടി ചേർന്നതാണ്. വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ടാവും. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോള് കൊടുത്ത് അയ്യോ ഞാനത് ചെയ്യില്ല എന്ന് പറയുന്ന ചിലവരുണ്ടാവും. അല്ലെങ്കിൽ ഒരു വില്ലൻ, ഞാൻ വില്ലനാവില്ല എന്ന് പറയുന്നുണ്ടാവും. അപ്പം ആ വൾണറബിലിറ്റിയും കഴിഞ്ഞിട്ടുള്ളതാണ് ശ്രദ്ധ. പക്ഷെ നമ്മുടെ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അത് അനുഭവമാണ് നിന്നുണ്ടാകുന്നതാണ്.
മതങ്ങളിൽ, ദൈവങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് അപ്പടി അനുസരിക്കാന്നല്ലാണ്ട് ഒരു ശ്രദ്ധയുമില്ലാതെ ആയിരിക്കും അതിന് ചെയ്യുക. ആചാരങ്ങൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നതിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ ഒരു ആരാധനാ മനോഭാവത്തോടു കൂടി എന്നെ ഒരാൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല. മാഷ് പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിലല്ല, അവൻ ശ്രദ്ധിച്ച് വിശകലനം ചെയ്യണം. കാലാകാലം ഞാൻ പറയുന്ന ക്ലാസ്സിൽ ഞാനൊരു തോട്ടിയാണ് ക്ലീൻ ചെയ്യാനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയാണ്. നിങ്ങളുടെ കയ്യും പിടിച്ചിട്ട് ഞാൻ ഡൽഹി വരെ കൊണ്ടുപോകില്ല. അവിടെയുള്ള ചൂണ്ടുപലകകൾ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറയുകയും അത്രയേ ഞാൻ ചെയ്യുള്ളൂ. GPS ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്, ആക്ടർ തന്നെയാണ്. അതിനവന് ശ്രദ്ധ വേണം. അല്ലാണ്ട് മാഷെന്ന് ഇങ്ങനെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ മാറുമ്പോൾ അവനത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സൈക്കിൾ പഠിക്കുന്ന സമയത്ത് ബാക്കിൽ പിടിച്ചു എന്ന് കരുതിയിട്ട് തന്നെയാണ് കുട്ടികൾ സൈക്കിൾ ചോട്ടാറ്. പിന്നാലെ വരുന്നുണ്ട് എന്നൊരു തോന്നൽ വരെ ഉണ്ടാക്കിക്കും. കൈവിടും, 1-2 വീഴ്ചകളും സംഭവിക്കും. അപ്പോഴേ അവൻ ശ്രദ്ധിക്കുള്ളൂ. വിശ്വാസം നമ്മളെ അടിമയാക്കുന്ന ഒരു ടെക്നിക്കാണ്, മുൻതലമുറ ചെയ്തു വെച്ചൊരു ടെക്നിക്കാണ്. ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി, അങ്ങനെയാണ്, മൂത്തവർ ചൊല്ല് എപ്പോഴും കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്നാ ഞാൻ മൂക്കുക എന്ന് തോന്നില്ലല്ലോ. ഇനിയിപ്പം പെട്ടെന്ന് ഞാൻ മൂത്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതേ രീതി അവർ അടുത്ത തലമുറയിലേക്ക് അടിച്ചേൽപ്പിക്കും. ഇൻഡിവിജ്വലിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ശ്രദ്ധ. അത് പ്രാക്ടിക്കലി വരത്തക്ക വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കാലക്രമേണ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇൻഡ്യൂ കോഴ്സ് എന്ന് പറയും. എപ്പോഴും അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ മനസ്സിലാവില്ല. പ്രകടമായിട്ട് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ്സിലെടുക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചിട്ടില്ല, എൻ്റെ മക്കളെ വിശ്വസിക്കില്ല, ഭാര്യനെ വിശ്വസിക്കില്ല. സ്വാഭാവികമായിട്ടിത് കേൾക്കുന്ന ഒരാൾക്ക് അയ്യേ ഇതെന്തൊരു മാഷാണ്, ഭാര്യനെയും ഞാൻ ഭാര്യയും വിശ്വസിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ലോകരീതി. പക്ഷെ അവൾ വിശ്വസിച്ചുകൊണ്ടായില്ലല്ലോ. അവൾ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം, അവളുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധ വേണം. വെറുതെ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? ഞാനെപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് പ്രണയമുണ്ടാവുക. ഇൻഡിവിജ്വലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എപ്പോഴും ശ്രദ്ധയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് ആക്ടറാകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതുണ്ടാവും. മാക്ബത്ത് എന്താണ്? മാക്ബത്ത് അതിൽ എഴുതി വെച്ച ഡയലോഗല്ലല്ലോ. അപ്പോൾ ശ്രദ്ധ വളരെ ആവശ്യമാണ്, വളരെയധികം ആവശ്യമുള്ളൊരു സാധനമാണ്. അതിന് വിശ്വാസം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എളുപ്പമാവും. രണ്ടാമത്തെ കാര്യം ഇതായിരുന്നു, ബുദ്ധി കൊണ്ട് അഭിനയിക്കുകയേ ചെയ്യരുത്, ഹൃദയം കൊണ്ട് അഭിനയിക്കുക. ബുദ്ധി എന്ന് പറയുന്നതിന് നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. ബുദ്ധി എന്ന് പറയുന്ന അതുവരെയുള്ള നമ്മളെ വിവരങ്ങൾ അറിവായി മാറ്റാത്തതിനെയും ബുദ്ധി എന്ന് നമ്മൾ കരുതും. ഊണ് കഴിക്കുമ്പോൾ നമ്മൾ മതി എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ മതി എന്ന് പറയുന്നത്? അത് ബുദ്ധിയാണ്. മതി എന്ന് വെച്ചാൽ ബുദ്ധി എന്നാണ് അർത്ഥം. നമുക്കറിയാം ഇത്രയും ഊണ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് മുൻകൂട്ടി അറിയുന്നൊരു കാര്യമാണ്. പണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ? പ്രസിദ്ധിയുടെ കാര്യത്തിൽ എങ്ങനെയാണോ? അപ്പോൾ അവിടെ നമുക്ക് ബുദ്ധി ഇല്ല. ആ ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. വളരെ ആപേക്ഷികമാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്. മാഷിൻ്റെ നാടക സംഘങ്ങളുടെ പേരുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളായിട്ട്. എൻ്റെ സംഘങ്ങളല്ല, സംഘങ്ങൾ ഉണ്ടായതിനു ശേഷം അവർ നൽകാൻ പേര് ആവശ്യപ്പെടുമ്പോൾ ഞാൻ നൽകുന്നതാണ്. എനിക്കായിട്ട് ഒരു സംഘമില്ല. ഓക്കെ. ജനം, മനം, മാനം, തത്കാൽ, മുറ്റം, ഗ്രാമ്പു, കാണിക്ക, ഇങ്ങനെയൊക്കെയുള്ള വളരെ കുഞ്ഞായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള രസമുള്ള പേരുകൾ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ജനം നാടകവേദിയിൽ നിന്ന് ആ പെണ്ണുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അനൗൺസ് ചെയ്യുമ്പോൾ നാടക സംഘത്തിൻ്റെ പേരില്ല. അപ്പം ഏതോ ഒരു കൂട്ടർ ചോദിച്ചു, എന്താ നിങ്ങളുടെ നാടക സംഘത്തിൻ്റെ പേരെന്ന്. ശരിക്കും പറഞ്ഞാൽ ഉത്തരം മുട്ടി, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു ഇത് ജനങ്ങളുടെ നാടകമാണ്. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവരെന്നെ പറഞ്ഞില്ലേ പേര്, ജനം നാടകവേദി. ഗ്രാമ്പൂ എന്നുള്ള പേര് ഇതൊന്ന് വ്യത്യസ്തമായിട്ട് തോന്നി. ഗ്രാമ്പു, എൻ്റെ മകനും ഈ അസ്കതി ഉണ്ടെന്ന് അറിയാലോ. ഒരു നാടകത്തിന് പേരിടണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞാണ് ഗ്രാമ്പൂ എന്നിടാൻ. എനിക്കിഷ്ടപ്പെട്ടു ആ പേര്, അവൻ പറഞ്ഞതുകൊണ്ടല്ല, ഗ്രാമ്പു. പിന്നെ അതിൻ്റെ മെഡിക്കൽ ഗുണഗണങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല നല്ല അർത്ഥങ്ങളുണ്ട് അതിന്. അങ്ങനെ ആ ഗ്രാമ്പൂ എന്ന് ഉപയോഗിച്ചു. ഒരു പൂവാണ്, ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവം അതിനുണ്ട്. ഗ്രാമപ്പൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ മാഷ്ടെ പല നാടകങ്ങളുടെയും ഒരു നാന്തി എന്ന് പറയുന്നത് 4 വരി. പിൻബലം കുളിർമനം, മുമ്പിലോ അമ്പലം, ദൈവങ്ങളായി കാണികൾ, കാണിക്കയായി ഈ നാടകം. എന്താണ് ഈ ഒരു
അത് ഈ നാന്തി നിങ്ങൾ പറഞ്ഞല്ലോ, പഴയ കൃതികളിലെല്ലാം മറ്റേ കാളിദാസൻ എഴുതുന്ന കൃതികളിലൊക്കെ അവിടെ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഞാനാണ് എഴുതിയെന്ന് സൂചിപ്പിക്കുന്ന ചില ലൈൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഉണ്ട് താനും. കാളിദാസ ഉവാച്ചാന്നോ അങ്ങനെയൊക്കെ പറയും അതിൻ്റെ അകത്ത്. അപ്പോൾ സൂര്യ ഫെസ്റ്റിവലിൽ ഞാനൊരു 80ഓളം കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂര്യകൃഷ്ണമൂർത്തിയുടെ ഫംഗ്ഷന് നല്ലൊരു ശ്ലോകം ഉണ്ടാവും. നാടകം തുടങ്ങുന്നതിന് ഒരു ഗണേശ സ്തുതി ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഉണ്ടാവട്ടെ ഒരു ശ്ലോകം എൻ്റെ വകയും കാച്ചിക്കളയാന്നൊരു ഉണ്ടാക്കിയ ശ്ലോകമാണ് അത്. ശ്ലോകമാണെങ്കിൽ അതാണ് പിൻബലം കുളിർ മനം. അത് കുളിർ മനം കുളിർ മനം. അല്ല, എൻ്റെ പേര് കുളിർ എന്നാണ്, കുളൂർ എന്നല്ല. പക്ഷെ കുളിർ എന്ന് വെച്ചാൽ തണുപ്പ് എന്നുള്ളൊരർത്ഥമുണ്ട്, കാമൻ ക്വയറ്റ് എന്നുള്ളൊരർത്ഥമുണ്ട്. ഞാൻ അങ്ങനെയല്ലേ. അപ്പോൾ പിൻബലം കുളിർ മനം, കാമൻ ക്വയറ്റ് മനസ്സ്. മുമ്പിലോ അമ്പലം, ഒരുപാട് ഓഡിയൻസ് ഉള്ള അമ്പലം, അതിന് അമ്പലമായിട്ടാണ് ഞാൻ കാണുന്നത് ഹാളിനെ. മുമ്പിലോ അമ്പലം, ദൈവങ്ങളായി, ദൈവമായി എന്നല്ല ഞാൻ പറയുന്നത്, ദൈവങ്ങളാണ്, ഒരുപാട് ദൈവങ്ങളാണ്, ദൈവങ്ങളായി കാണികളാണ്. ആ ദൈവങ്ങൾക്ക് പ്രസാദിക്കാനായി കൊണ്ടാണ് ഞാൻ കാണിക്ക ഇടുന്നത്. പിന്നെ നാടകം കാണിക്കലാണല്ലോ, കാണിക്കയായി ഈ നാടകം. പിന്നെ മാഷ്ടെ നാടകങ്ങളിൽ പ്രൊഫഷണൽ നാടകങ്ങൾ, മാഷ് എനിക്ക് തോന്നുന്നു പല തരം കുട്ടികളുടെ നാടകമുണ്ട്, റേഡിയോ നാടകങ്ങളുടെ ഒരു കൂട്ടമുണ്ട്, ഒറ്റയാൾ നാടകങ്ങൾ, രണ്ടുപേര് അവതരിപ്പിക്കുന്ന നാടകങ്ങൾ, അല്ലാണ്ട് തന്നെയുള്ള ഒരുപാട് അഭിനേതാക്കളുള്ള മറ്റു നാടകങ്ങൾ, ചെക്കോവിൻ്റെ നാടകങ്ങൾ. അപ്പം ഇങ്ങനെ അതിൻ്റെ കുറേ മാഷ്ടെ രീതിയിൽ മാറ്റിയിട്ടുള്ള ചില ട്രാൻസ്ലേഷൻസ്. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് അതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ പ്രൊഫഷണൽ നാടകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് തന്നെ ബൊമ്മക്കൊലു, ഭാഗ്യരേഖ, ഈ 2 നാടകത്തിലും 96 അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ നാടകരചനയ്ക്കുള്ള അവാർഡ് 96 ബൊമ്മക്കൊലുവിന് കിട്ടി, 97 ഭാഗ്യരേഖയ്ക്ക് കിട്ടി. അതുപോലെ പിന്നെ മാഷിൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് 2009 ജയപ്രകാശ് കുളൂരിൻ്റെ 18 നാടകങ്ങൾ. അപ്പോൾ പിന്നെയും കുറേ അംഗീകാരങ്ങൾ, അവാർഡുകൾ മാഷെ തേടി വന്നിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് സംസാരിക്കുമോ? അതിനെപ്പറ്റി എന്താ പറയുക ഞാൻ. ഈ അവാർഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്യണം പുസ്തകം. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്തതല്ല കേട്ടോ. നിനക്കൊക്കെ അറിയാവുന്ന അവിടെയുള്ള സ്റ്റുഡൻസ് ഒരു സമയമാകുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ളവരൊക്കെ അയച്ചു കൊടുത്തിട്ട് കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെയാണത്. പുസ്തകം ആയിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ കിട്ടുള്ളൂ, ഇങ്ങനെയുള്ള ആയിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അത് സബ്മിറ്റ് ചെയ്യുകയൊക്കെ വേണം, 2 കോപ്പി 3 കോപ്പിയൊക്കെ അയച്ചു കൊടുക്കണം. അതൊക്കെ ആരൊക്കെയോ ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഞാനായിട്ട് ഇന്നേ വരെ ഒറ്റൊന്നും അയച്ചു കൊടുത്തിട്ടില്ല, ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഏതൊരു ആർട്ടിസ്റ്റിനും അംഗീകാരം വലിയൊരു സുഖമുള്ള കാര്യം തന്നെയാണ്. ജയപ്രകാശ് കുളൂരിന്റെ കലാജീവിതത്തെക്കുറിച്ച് ഡോക്ടർ നിധിന്യയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 2ാം ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം അടുത്ത ഞായറാഴ്ച കയ്യൂപ്പിൽ. കയ്യൊപ്പ്.